KTU 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഓഫ് സോൾസിൻ്റെ മൊഡ്യൂൾ 3 തിയറിയാണ്. നമ്മളൊരു ബീമിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ആക്ട് ചെയ്യുന്ന ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെക്ഷനിൽ ലെഫ്റ്റോ റൈറ്റോ കൺസിഡർ ചെയ്തിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെൻറ്റുകളുടെ സം, അതിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് എന്ന് വിളിക്കുന്നത്. ലോഡും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും തമ്മിൽ കുറച്ച് റിലേഷൻസ് ഉണ്ട്. ഒരു പോയിന്റ് ലോഡ് ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും, പക്ഷേ ബെൻഡിങ് മൊമെൻറ്റിൽ ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ രണ്ട് പോയിന്റ് തമ്മിൽ ലോഡൊന്നും ഇല്ലെങ്കിൽ ഷിയർ ഫോഴ്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ബെൻഡിങ് മൊമെൻറ്റ് ലീനിയർ ആയിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുക. ഒരു UDL ആണ് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ളതെങ്കിൽ ഷിയർ ഫോഴ്സ് ലീനിയർ ആയിട്ട് വേരി ചെയ്യും, ബെൻഡിങ് മൊമെൻറ്റ് പാരബോളിക് ആയിട്ടായിരിക്കും അവിടെ വേരി ചെയ്യുക. ഇനി യൂണിഫോംലി വേരിയിങ് ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഷിയർ ഫോഴ്സ് പാരബോളിക് ആയിട്ടും ബെൻഡിങ് മൊമെൻറ്റ് ക്യൂബായിട്ടായിരിക്കും അവിടെ കാണുണ്ടാവുക. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മളവിടെ എങ്ങനെയാണ് സൈൻ കൺവെൻഷനൊക്കെ കൺസിഡർ ചെയ്തതെന്നുള്ളതാണ് ആ ഫിഗർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ടൈപ്പ് ഓഫ് ബീമും ഏതൊക്കെ ടൈപ്പ് ലോഡാണുള്ളത് അതിൻ്റെ ഫിഗർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. അത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യുക. അതിനകത്തൊരു UDL ഉണ്ട് ത്രൂ ഔട്ട് ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് പോയിൻ്റ് എടുക്കണ 1ഉം 2 രണ്ട് സെക്ഷൻ. ഈ ഫസ്റ്റ് സെക്ഷനിൽ ഫോഴ്സ് എഫും ബെൻഡിങ് മൊമെൻറ്റ് എമ്മും ആണ്. സെക്കൻഡ് സെക്ഷനിൽ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് F+GFും ബെൻഡിങ് മൊമെൻറ്റ് M+DM ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് 0 ആണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് F മൈനസ് WdX മൈനസ് F+DF = 0 എന്ന് എഴുതാം. അതായത് ഫോഴ്സും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ UDLൻ്റെ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസും അവിടെ നമുക്ക് DF/DX -W എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് മൊമെൻറ്റ് ഇക്വേറ്റ് ചെയ്യുക. മൊമെൻറ്റ് അപ്പോൾ M+DM ആണ് സെക്ഷൻ 2ലെ മൊമെൻറ്റ്, ബാക്കിയുള്ള മൊമെൻറ്റ് M മൈനസ് UDLൻ്റെ മൊമെൻറ്റ് ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ബൈ 2 പിന്നെ F/DX ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ്, അങ്ങനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് F/DX = DM അല്ലെങ്കിൽ DM/DX = F എന്ന് കിട്ടും. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഇനി നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരച്ചപ്പോൾ പഠിച്ചിരുന്നു ഏത് പോയിന്റിലാണ് ബെൻഡിങ് മൊമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ 0 ആവണം. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ അല്ലെങ്കിൽ വെർച്വൽ ഹിഞ്ച് എന്ന്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിനകത്ത് ബെൻഡിങ് സ്ട്രെസ്സ് പഠിക്കേണ്ട. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കുറച്ച് അസംഷൻസ് ആണ് നമ്മളവിടെ ആദ്യം എഴുതിയേക്കുന്നത്. മെറ്റീരിയൽ ഹോമോജീനിയസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹുക്സ് ലോ ഒബേ ചെയ്യണം, പ്ലെയിൻ ബിഫോർ ആഫ്റ്ററൊക്കെ സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ യങ്സ് മോഡുലസ് ടെൻഷനിലും കംപ്രഷനിലും സെയിം ആയിരിക്കണം, ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം, ബീം ഈക്വിലിബ്രിയത്തിലായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളവിടെ കാണിക്കണം. അപ്പോൾ ABCD എന്നൊരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ RS എന്ന് പറഞ്ഞൊരു ലെയർ എടുക്കണം. അതാണ് ന്യൂട്രൽ ആക്സിസ്. അവിടെ നമുക്ക് സ്ട്രെസ് ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും. ബാക്കി രണ്ട് എൻഡിലും ആയിരിക്കും മാക്സിമം. താഴെ ടെൻഷനും മുകളിൽ കംപ്രഷൻ. അതാണ് B', D', A', C' കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മളൊരു PQ എന്നൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ എലമെൻറ്റ് ബെൻഡിങ് കഴിയുമ്പോൾ P', Q' ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ എത്രത്തോളമാണ് ചേഞ്ച് ഉണ്ടായത്, ദാറ്റ് ഈസ് PQ മൈനസ് P', Q' അതിൻ്റെ ഒറിജിനൽ ലെങ്ത് PQ. അതിനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയണത്. അപ്പോൾ PQനെ നമുക്ക് അതിൻ്റെ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R⁻, റേഡിയസിൻ്റെ ആംഗിൾ എന്നുള്ള രീതിയിൽ PQനെ മാറ്റി എഴുതാം. P', Q' R - Y × θ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് സ്ട്രെയിൻ്റെ ഇക്വേഷൻ ε=Y/R എന്ന് കിട്ടും. അപ്പോൾ σ/E ആണ് നമുക്കറിയാം. നമുക്ക് σ/E Y/R എന്നുള്ള ഇക്വേഷനിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലോഡ് σ × A എന്ന് എഴുതുകയാണെങ്കിൽ സിഗ്മയ്ക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ Y × E/R എന്നും, അതുപോലെ തന്നെ സ്മോൾ എലമെൻറ്റിൻ്റെ ഏരിയ ΔA എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് Y × E/R × ΔA എന്നുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടുക, ന്യൂട്രൽ ആക്സിനെ പോയിട്ട് മൊമെൻറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സിനെ Y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Y² ΔA നമ്മൾ I എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് M/I = E/R. ഇതാണ് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ഫോർമുല നമ്മൾ വിളിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഡെറിവേഷനും അതിൻ്റെ അസംഷനും ഉണ്ട്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് എന്താ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ബെൻഡിങ് മൊമെൻറ്റ് ബീമിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൽ താഴെ ടെൻഷൻ മുകളിൽ കംപ്രഷൻ ഉണ്ടാവും. ഈ രണ്ട് സ്ട്രെസ്സ് കാരണം ഒരു കപ്പിൾ അവിടെ ഫോം ചെയ്യും. ഈ കപ്പിൾ നമ്മൾ കൊടുക്കുന്ന മൊമെൻറ്റിന് ഓപ്പോസ് ചെയ്യും. അതിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് കപ്പിളിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം.
അപ്പോൾ നേരത്തെ ബെൻഡിങ്ങിൽ പഠിച്ച പോലെ തന്നെ ഷിയറിലും കുറച്ച് അസംഷൻസ് ഉണ്ട്, അത് പഠിക്കുക. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യാണ്, 2 സെക്ഷൻ എ ബിയും അതുപോലെ തന്നെ സി ഡിയും. അത് വെച്ചിട്ട് എ ബിയിലെ ബെൻഡിങ് മൊമെൻറ്റ് എമ്മും അതുപോലെ ഷിയർ ഫോഴ്സ് എഫും, സി ഡിയിലെ ബെൻഡിങ് മൊമെൻറ്റ് എം പ്ലസ് ഡി എമ്മും ഷിയർ ഫോഴ്സ് എഫ് പ്ലസ് ഡി എഫ് ആക്കി നമ്മൾ എഴുതിയിട്ട് നമ്മുടെ സിഗ്മ സിക്കൽ എം ബൈ ഐ ഇൻറ്റു വൈ എന്നുള്ള ഇക്വേഷനെ മാറ്റി ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എ ബിയിലെയും സി ഡിയിലെയും ഫോഴ്സസിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുകയാണ്, സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് 0 ആണല്ലോ. അപ്പോൾ നമ്മൾ ആ 2 ഫോഴ്സ് 2 മൈനസ് ചെയ്യുമ്പോൾ 0 എന്നുള്ള രീതിയിൽ അത് ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇടുന്ന ഇക്വേഷനെ 0 ടു d/2 വരെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. ആ ഫോഴ്സിനെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷിയർ സ്ട്രെസ് കിട്ടുക. എന്നിട്ട് dm/dxനെ നമ്മൾ എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ടോ ഈക്വൽ ടു എഫ് ഇൻറ്റു എ വൈ ബാർ ഐ ബി എന്നുള്ള ഇക്വേഷൻ കിട്ടും. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യയുടെയും നമ്മുടെ വൈയുടെയും റേഷ്യോനെയാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്, ഐ ബൈ വൈ. അപ്പോൾ അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഡെറിവേഷനാണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മളത് പഠിച്ചേക്കുന്നതാണ് ക്ലാസ്സിൽ. പിന്നെ നമുക്ക് ഒരു ഡെറിവേഷൻ ചോദിക്കാം. ഒരു മാക്സിമം ഷിയർ സ്ട്രെസ് എപ്പോഴും 1.5 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ് ആണെന്നുള്ള ഡെറിവേഷനാണ്. ഇതിന് നമ്മൾ നേരത്തെ എടുത്ത എലമെൻറ്റ് തന്നെ, പക്ഷെ അതിൽ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ വേറെയാണ്, ആ ഷെയർഡ് റീജിയനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയയും വൈ ബാറും നമ്മുടെ ടോ ഈസ് ഈക്വൽ ടു എഫ് എ വൈ ബാർ ഐ ബിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ന്യൂട്രൽ ആക്സിൽ വൈ 0 എന്ന് കൊടുക്കുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ ആവറേജ് ഷിയർ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ എന്ന് ഉള്ള ഇക്വേഷൻ വെച്ചും ഒരു ഇക്വേഷൻ കിട്ടും. അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ടോ മാക്സ് 1.5 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ് ആണെന്നുള്ളത്. പിന്നെ നമ്മൾ സോളിഡിൻ്റെയും ഹോളോ ഷാഫ്റ്റിൻ്റെയും വെയിറ്റ് കമ്പയർ ചെയ്യുന്നൊരു ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. ആ വെയിറ്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ ഹോളോൻ്റെയും വെയിറ്റ് നമ്മൾ എഴുതി, അതുപോലെ തന്നെ സോളിഡിൻ്റെയും വെയിറ്റ് എഴുതി. അപ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് ആണല്ലോ വോളിയം. അപ്പോൾ നമ്മൾ ഹോളോൻ്റെയും സോളിഡിൻ്റെയും ഏരിയയുടെ ഇക്വേഷൻ എഴുതിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ടോർഷനാണ്. ഒരു ഷാഫ്റ്റ് ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്, അതാണ് ഷിയർ സ്ട്രെസ്. അപ്പോൾ നമ്മൾ എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്തത്, അതാണ് തീറ്റ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് എത്രത്തോളം ചേഞ്ച് ഉണ്ട്, അതായത് എ ഡാഷ്, അതാണ് ഒ എന്നുള്ള എലമെൻറ്റ് ഒ എ ഡാഷ് ആയി. അപ്പോൾ എ ഡാഷ് ആണ് അവിടെ ചേഞ്ച്, അതേ ഡിവൈഡ് ബൈ ലെങ്ത്ത് ഡിവൈഡ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ നമുക്കതിന് ആ ട്രയാങ്കിളിൻ്റെ ടാൻ ഫൈ അഡ്ജൻസ് സൈഡ് ബൈ അപ്പോർട്സ് എന്നുള്ള രീതിയിൽ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജൻസ് സൈഡ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അവിടെ ആംഗിൾ ഭയങ്കര ചെറുതായതുകൊണ്ട് നമുക്ക് ടാൻ ഫൈക്ക് പകരം ഫൈ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഫൈക്ക് ആർ തീറ്റ ബൈ എൽ എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇത് നമ്മുടെ ഫൈ ഈസ് ഈക്വൽ ടു ടോ ബൈ ജി എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ടി ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്നുള്ള ഇക്വേഷനിലേക്ക് കിട്ടുന്നത്. ടോർഷനും കുറച്ച് അസംഷൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അസംഷൻസ് ആണ്, അതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക.